Hi, hello, my dear students, my dear children. We are starting a new chapter, chapter 6. This chapter included in the part 2 textbook. Part 2 textbookിലേക്ക് നമ്മൾ കയറുകയാണ്. ഇത് chapter 6 Mass Movement for Freedom. This is the part 1 class. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ 6, 7, 8, 9 4 ചാപ്റ്റേഴ്സാണ് നമുക്ക് സോഷ്യൽ സയൻസ് 1, അതായത് നമ്മുടെ ഹിസ്റ്ററി പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 4 ചാപ്റ്റേഴ്സാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അതിൽ 2 ചാപ്റ്ററുകൾ നമുക്ക് സെക്കൻഡ് ടൈമിലെ പരീക്ഷയ്ക്കുള്ള പോർഷനാണ്. ബാക്കി 8ഉം 9ഉം 8ാമത്തെ ചാപ്റ്ററും 9ാമത്തെ ചാപ്റ്ററും നമുക്ക് ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 7ഉം നമ്മൾ ഏതാനും കുറച്ച് വീഡിയോകൾ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മുടെ റിവിഷൻ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 6ൻ്റെ പേരൊന്ന് ശ്രദ്ധിച്ചേ. മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫ്രീഡം സ്ട്രഗിളാണ്, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അത് മാസ് മൂവ്മെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണെന്നോ? എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുള്ള, കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയ മൂവ്മെൻറ്റ്സ് നമുക്ക് നടന്നു. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. തുടക്കത്തിൽ ഗാന്ധിജി ലീഡർഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൊക്കാലിറ്റിയിൽ, ഒരു പ്രത്യേക സ്ഥലത്ത്, അല്ലെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം നടത്തുന്ന ചില പെറ്റീഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ ഫ്രീഡം സ്ട്രഗിൾ. എന്നാൽ ഗാന്ധിജിയുടെ ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞ്, അതായത് ഒരു 1917 മുതൽ ഗാന്ധിജി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഫ്രീഡം സ്ട്രഗിൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത് മാസ് മൂവ്മെൻ്റ് ആയിരുന്നു. എല്ലാ ഇന്ത്യക്കാരും, പെസൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അഡ്വക്കേറ്റ്സ്, ദെൻ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ദെൻ ആർട്ടിസൻസ്, എവറി കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ്. അതുകൊണ്ടാണ് അതിനെ മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്റർ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളും വന്നതിന് ശേഷമുള്ള ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പഠിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗാന്ധിജിയുടെ വരവിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മൂവ്മെൻറ്റ്സും, എല്ലാ സ്ട്രൈക്കുകളും നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അങ്ങനെ ഉള്ള എല്ലാ മൂവ്മെൻറ്റ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ല ഒരു ചാപ്റ്ററാണ് ഇത്. നിങ്ങൾ നോക്കിക്കേ, ഈ പിക്ചർ എന്ന് പറയുന്നത് ഗാന്ധിജിയും ജയിലിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു പിക്ചറാണ്. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഗാന്ധിജിയെ പറ്റി ഒരു ജഡ്ജി പറയുന്നത് അവിടെ പറയുന്നുണ്ട്. അതായത് നിയമം അനുസരിച്ച് ഗാന്ധിജിയെ ശിക്ഷിക്കേണ്ടതാണ്, പക്ഷേ ഇത്രയും മഹനീയമായ സ്വഭാവമുള്ള, ഇത്രയും ഉന്നതമായ ചിന്തകൾ വച്ച് പുലർത്തുന്ന ഒരാളെ ശിക്ഷിക്കേണ്ടി വരുന്നത് വളരെ അപൂർവമാണെന്ന് ജഡ്ജി നിരീക്ഷിക്കുന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ചെറിയ പാസേജ്. നിങ്ങളെല്ലാവരും ആ ജഡ്ജി എന്താണ് പറയുന്നതെന്ന് വായിച്ചു നോക്കണം. ഗാന്ധിജിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് അവിടെ പറയുക. ഗാന്ധിജിയെ ഇത്രയും വലിയ ഐഡിയൽസ് വെച്ച് പുലർത്തുന്ന, മൊറാലിറ്റി വെച്ച് പുലർത്തുന്ന, മോറൽ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രിസണർ, അദ്ദേഹത്തെ ശിക്ഷിക്കുക വളരെ വിഷമമുള്ള കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ലൂയിസ് ഫിഷറുടെ ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നാണ് ഈ ഒരു ചെറിയ ഒരു സംഭവം നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 18 മാർച്ച് 1922 മഹാത്മാഗാന്ധി he was sentenced to 6 years in imprisonment. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിലെ വലിയൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോൾട്ട് സത്യാഗ്രഹവും ഒക്കെ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തെ 6 കൊല്ലത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു.
അപ്പോൾ ഗാന്ധിജി ജയിലിലേക്ക് പോകുന്ന ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധിയെ പറ്റി ധാരാളം ജീവചരിത്രങ്ങൾ, ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബയോഗ്രഫിയാണ് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. ആരാണത് എഴുതിയത്? ലൂയിസ് ഫിഷർ. അപ്പോൾ ഈ ഒരു പുസ്തകവും അതിൻ്റെ ഓഥറുടെ പേരും ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. ഓക്കെ, അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളും നമുക്കറിയാം വളരെ ക്ലോസ് കണക്റ്റഡ് ആണ്. ഗാന്ധിജി ആയിരുന്നു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഏറ്റവും ഉന്നത നേതാവ്, ടോപ്പ് ലീഡർ. നമ്മുടെ ഫാദർ ഓഫ് അവർ നേഷൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് ഗാന്ധിജി എത്തിച്ചത് നമ്മുടെ ഈ ഫ്രീഡം സ്ട്രഗിളിലെ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റാണ്. ഗാന്ധിജി എങ്ങനെ ഇന്ത്യക്കാരെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ലീഡറായി മാറിയെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ചേഞ്ചസ് brought about by the leadership of Mahatma Gandhi in the freedom movement of India? അപ്പോൾ മഹാത്മാഗാന്ധി ഫ്രീഡം മൂവ്മെൻറ്റിലേക്ക് വരുന്നത് ഐ ടോൾഡ് യു 1917 കാലഘട്ടത്തിലാണ്. 1917. അതിനു മുമ്പ് ഗാന്ധിജി എവിടെയായിരുന്നു? ആ ഹിസ്റ്ററി നിങ്ങൾക്കറിയാമോ? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ അവിടുത്തെ ഇന്ത്യക്കാരുടെ ചില പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ അഡ്വക്കേറ്റായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം കുടുംബസമേതം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഗാന്ധിജി. 1917 കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതും ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തതും ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ അദ്ദേഹം ഇൻവോൾവ് ചെയ്തതും. അതിനു മുമ്പ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അവിടെ ഒരു അഡ്വക്കേറ്റായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ഗാന്ധിജിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി. നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിലെ അന്നത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇന്ത്യക്കാരും വെള്ളക്കാരും അവിടെ ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് ഗ്രൂപ്പായിട്ട് നിൽക്കുകയും വെള്ളക്കാരെ അവിടെ വർണ്ണവിവേചനം നടപ്പിലാക്കി ഇന്ത്യക്കാരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എങ്ങനെയാണ് ഇന്ത്യക്കാർ ഈ ദക്ഷിണാഫ്രിക്കയിൽ ചെന്നത്? ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഇന്ത്യക്കാരെ ഈ ഇംഗ്ലീഷുകാരെ അവിടെയുള്ള തോട്ടങ്ങളിൽ പണിക്കായിട്ട് കൊണ്ടുപോയി. പക്ഷേ അവർക്കവിടെ കുറഞ്ഞ കൂലി, വലിയ അപമാനങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അപ്പോൾ അദ്ദേഹം അവിടെയായിരുന്നു. അവിടുന്ന് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഒരു ലീഡർഷിപ്പിലേക്ക് ഗാന്ധിജി പെട്ടെന്ന് തന്നെ വന്നു. കാരണം അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സിമ്പിൾ ലൈഫ്, അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ലൈഫും അദ്ദേഹത്തിൻ്റെ മോറൽ വാല്യൂസും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസും ഒക്കെ ഇന്ത്യക്കാരെ ആകർഷിക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് അദ്ദേഹം ഉയർന്നു വരികയും ചെയ്തു. ഗാന്ധിജിയുടെ ലീഡർഷിപ്പിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഫ്രീഡം സ്ട്രഗിളും വന്നു കഴിഞ്ഞ് എന്ത് മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? അതിന് മുമ്പുണ്ടായിരുന്നതിന് വളരെ വലിയ മാറ്റങ്ങളുണ്ടായി. അത് നമുക്കൊന്ന് പഠിക്കാം. 4 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആഫ്റ്റർ മഹാത്മാഗാന്ധി ഹാഡ് ബിക്കം ദ ലീഡർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ്, വേരിയസ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് പെസൻസ്, വർക്കേഴ്സ്, വിമൻ, സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഗാന്ധിജി ലീഡർഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഈ പറയുന്ന എല്ലാ വിഭാഗം ആൾക്കാരും പങ്കെടുത്തിരുന്നില്ല. പിന്നെ ആര് മാത്രമാണ് പങ്കെടുത്തിരുന്നത്? ടൗണുകളിൽ താമസിക്കുന്ന കുറച്ച് വെൽത്തി ആയിട്ടുള്ള ആളുകൾ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരായിരുന്നു അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മെമ്പേഴ്സ്. എന്നാൽ ഗാന്ധിജി വന്നതോടുകൂടി അത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി. ആരൊക്കെയാണ് അതിനകത്ത് മെമ്പർഷിപ്പ് വന്നത്? പെസൻസ്, വർക്കേഴ്സ്, വിമൻ, സ്റ്റുഡൻസ്, all these categories, artisans, all these categories of people actively participated in the freedom struggle. The second point, he was able to unite everyone under a single umbrella. ഒരു കുടക്കീഴിൽ എല്ലാവരെയും കൊണ്ടുവരാൻ ഗാന്ധിജിക്ക് സാധിച്ചു. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ആളുടെ ഗുണം. ഹി വാസ് ഏബിൾ ടു യുണൈറ്റ് എവരി വൺ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. ഹി ഫോക്കസ്ഡ് ഓൺ സെൽഫ് റിലയൻസ്. ഹി ഫോക്കസ്ഡ് ഓൺ സെൽഫ് റിലയൻസ്. ഇന്ത്യക്കാരെ സ്വയം പര്യാപ്തമാക്കുവാൻ. സെൽഫ് റിലയൻസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? സ്വദേശി എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വദേശി, അതായത് നമ്മളെ സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിലും ബാങ്കുകളാണെങ്കിലും ഇന്ത്യക്കാർ സ്വന്തമായിട്ട് തുടങ്ങാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. ഹി ഫോക്കസ്ഡ് ഓൺ സെൽഫ് റിലയൻസ്. എവരി ഇന്ത്യൻ അക്സെപ്റ്റഡ് ഹിം ആസ് എ ലീഡർ ഓഫ് ദ നേഷൻ. എല്ലാ ഇന്ത്യക്കാരും അദ്ദേഹത്തെ അവരുടെ ലീഡറായിട്ട്, ഇന്ത്യയുടെ ലീഡറായിട്ട്, രാജ്യത്തിൻ്റെ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഗാന്ധിജി അത്രയും കാലം
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എല്ലാ വിഭാഗം ആൾക്കാരുടെയും അക്സെപ്റ്റൻസ് ഉള്ള ഒരു ലീഡർഷിപ്പ് ഇല്ലായിരുന്നു. എന്നാൽ ഗാന്ധിജി വന്നതോടുകൂടി ഗാന്ധിജിയെ എല്ലാ വിഭാഗം ആൾക്കാരും, പെസൻസ്, വർക്കേഴ്സ്, വിമൻ, സ്റ്റുഡൻസ്, educated people, wealthy people, poor people, everybody in the nation accepted him as a leader. That was the difference. Okay, he focused on self-reliance. He encouraged the Indians to start schools, colleges, banks, then shops and factories. Okay, he was able to unite everyone under a single umbrella. Every categories of people, including peasants, workers, women, students, participated in the freedom struggle. These are the changes we can notice after the entrance of Gandhiji into freedom struggle. Okay. Then, which were the early freedom movements in which Gandhiji participated in India? ഇന്ത്യയിൽ ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഏർലി മൂവ്മെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? ഏർലി ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഏർലി എന്നുള്ള വേർഡ് കാണുമ്പോഴാണ് നമ്മൾ ഈ ആൻസർ എഴുതേണ്ടത്. ഏർലി ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ചമ്പാരൻ സത്യാഗ്രഹ, സെക്കൻഡ് വൺ പെസൻറ്റ് സ്ട്രഗിൾ ഇൻ ഖേദ ആൻഡ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് സ്ട്രഗിൾ. 3 ഫ്രീഡം മൂവ്മെൻറ്റ്സിലാണ് ഗാന്ധിജി ഏറ്റവും ആദ്യം, ഏർലി എന്നുള്ള വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഏർലി ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഗാന്ധിജി കൈകാര്യം ചെയ്തത് ചമ്പാരൻ സത്യാഗ്രഹ. ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമമാണ് ചമ്പാരൻ. അവിടെ ഗാന്ധിജി ഒരു സ്ട്രഗിൾ ഉണ്ടാവുകയും ഗാന്ധിജി അതിൽ പോയി അദ്ദേഹം ഒരു സത്യാഗ്രഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം വലിയ സക്സസ് ഉണ്ടാക്കി. ചമ്പാരൻ, അത് ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമം. ദെൻ ഖേദയിലെ പെസൻസിൻ്റെ ഒരു സ്ട്രഗിളിൽ ഗാന്ധിജി പങ്കെടുത്തു. ഖേദ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു വില്ലേജാണ് ഖേദ. അവിടുത്തെ പെസൻസിൻ്റെ കൂടെ അദ്ദേഹം പങ്കെടുത്തു. അതാണ് ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസിൽ രണ്ടാമത്തത്. മൂന്നാമത് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് സ്ട്രഗിൾ. അഹമ്മദാബാദും എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഫാക്ടറികളുള്ള ഒരു സ്ഥലമാണ് അഹമ്മദാബാദ്. അവിടെ ടെക്സ്റ്റൈൽ മില്ലുകളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, അത് ഇന്ത്യക്കാരാണ്. അവരുടെ ഒരു സ്ട്രഗിളിൽ ഗാന്ധിജി ഇടപെടുകയും ഗാന്ധിജി അവിടെ ഒരു സക്സസ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയുടെ ഏർലി ഫ്രീഡം മൂവ്മെൻറ്റ്സ്. ഏതൊക്കെയാണ് ഇയേഴ്സ്? 1917 ആണ് ചമ്പാരൻ സത്യാഗ്രഹ, 1918 ആണ് പെസൻറ്റ് സ്ട്രഗിൾ ഇൻ ഖേദ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് സ്ട്രഗിളും 1918. അപ്പോൾ ഒന്നാമത്തേത് മാത്രം 1917 ചമ്പാരൻ, പെസൻറ്റ് സ്ട്രഗിൾ ഇൻ ഖേദയും അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് സ്ട്രഗിളും 1918. സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഓർത്ത് വെച്ചോണം. ചമ്പാരൻ എവിടെയാണ്? അത് ബീഹാറിലെ ഒരു ഗ്രാമമാണ് ചമ്പാരൻ. പെസൻറ്റ് സ്ട്രഗിൾ ഖേദയിൽ നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അഹമ്മദാബാദിലെ മിൽ സ്ട്രൈക്ക് നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഈ സ്ഥലങ്ങൾ നമുക്കൊന്ന് കാണാം. നോക്കിക്കേ, അഹമ്മദാബാദും ഖേദയും നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഗുജറാത്തിൽ കാണാം. ആ സ്റ്റേറ്റ് ഏതാണെന്ന് മനസ്സിലായല്ലോ? ഗുജറാത്ത്. ഇനി ചമ്പാരൻ നിങ്ങൾ കണ്ടല്ലോ, ചമ്പാരൻ അതെവിടെയാണ്? ബീഹാർ ആ സ്റ്റേറ്റ് കേട്ടോ. എല്ലാ സ്റ്റേറ്റും മനസ്സിലാക്കി വെച്ചോണേ. ഇതുപോലെ നിങ്ങളൊരു ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് വരച്ചിട്ട് അതിനകത്ത് എല്ലാ സ്റ്റേറ്റുകളും എഴുതി നിങ്ങളുടെ നോട്ട് ബുക്കിൽ വെക്കണം. അവിടെ അങ്ങനെ ഒരു മാപ്പ് നിങ്ങളുടെ നോട്ട് ബുക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 സ്ഥലങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അഹമ്മദാബാദ്, ഖേദ, ചമ്പാരൻ. എന്തിനാണ് ഇത് മാർക്ക് ചെയ്യുന്നത്? ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾ നടന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹ, അതിനെപ്പറ്റി നമുക്കൊരു നോട്ട് എഴുതാം. അതായത് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ ചമ്പാരനിൽ നടന്നു. എന്തായിരുന്നു അതിൻ്റെ റീസൺ? ഗാന്ധിജി എങ്ങനെ ഇടപെട്ടു? അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അതിൻ്റെ റിസൾട്ട് നമുക്ക് പഠിക്കണം. There was an issue faced by indigo cultivators in Champaran district, Bihar. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. ആർക്കാണ് ഇഷ്യൂ ഉണ്ടായത്? ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിനെ. എന്താണ് ഇൻഡിഗോ എന്ന് നിങ്ങൾക്കറിയാമോ? തുണികൾക്ക് നിറം കൊടുക്കുന്ന, തുണികൾ ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന കായാണ് ഇൻഡിഗോ. ഒരു നീല നിറമുള്ള കായാണ്. നമ്മൾ നീലം എന്നതിന് പറയും, നീലം. അപ്പം നീലം കർഷകർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്തായിരിക്കും അവരുടെ പ്രശ്നം? അവരുടെ ഇൻഡിഗോയ്ക്ക് പ്രൈസ് വളരെ കുറയ്ക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ഓണേഴ്സ്
ഈ കർഷകരെ ഇൻഡിഗോ തന്നെ കൃഷി ചെയ്യാൻ കമ്പൽ ചെയ്യുന്നു. അങ്ങനെ ഇൻഡിഗോ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിഗോയുടെ വില അവർ വളരെ പ്രൈസ് താഴ്ത്തി വെക്കുന്നു. അങ്ങനെ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല, അവർക്ക് വലിയ നഷ്ടം വരുന്നു, ലോസ് ഉണ്ടാകുന്നു. ഇതായിരുന്നു ഈ ചമ്പാരനിലെ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിൻ്റെ ഇഷ്യൂ. അങ്ങനെ ഒരു ഇഷ്യൂ അവർക്കുണ്ടായി. There was an issue faced by indigo cultivators in Champaran district, Bihar. The European planters were exploiting the indigo farmers. Indigo farmers ne European planters or European factory owners, they exploit the indigo farmers in Champaran. Gandhiji was persuaded by Rajkumar Shukla, a native of Champaran, to visit the area. So Rajkumar Shukla, a native of Champaran, persuaded means he request ഗാന്ധിജി ടു വിസിറ്റ് ദ ഏരിയ. അപ്പോൾ അദ്ദേഹം ഈ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദയവായി അങ്ങ് ചമ്പാരൻ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടെ ഇൻഡിഗോ കൾട്ടിവേഴ്സിന് ഒരു ഇഷ്യൂ ഉണ്ട്, അവർക്ക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നു. ഇൻ 1917 ഗാന്ധിജി ഇൻ്റർവെൻസ് ദ ഇഷ്യൂ. In 1917, Gandhiji visited the area and he intervened the issue. ആ ഇഷ്യൂവിൽ ഗാന്ധിജി ഇടപെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? As a result of Gandhiji's intervention, ഗാന്ധിജി അനൗൺസ്ഡ് എ സത്യാഗ്രഹ. ഗാന്ധിജി അവിടെ സത്യാഗ്രഹം ഇരുന്നു. ഫാക്ടറിയുടെ മുന്നിൽ അദ്ദേഹം പോയി സത്യാഗ്രഹം ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അവരുടെ ഇൻഡിഗോയ്ക്ക് നിങ്ങൾ മാന്യമായിട്ടുള്ള പ്രൈസ് കൊടുക്കണം. ഗാന്ധിജി ഡിമാൻഡ് ചെയ്തു. അങ്ങനെ ഗാന്ധിജിയുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് വാട്ട് ഹാപ്പൻഡ്? ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ അപ്പോയിൻറ്റഡ് എ കമ്മീഷൻ വിത്ത് ഗാന്ധിജി ആസ് എ മെമ്പർ. ബ്രിട്ടീഷ് അധികാരികളെ ഗാന്ധിജിയെ ഒരു മെമ്പർ ആക്കിക്കൊണ്ട് ഒരു കമ്മീഷനെ വെച്ചു. എന്തിനു വേണ്ടി? എൻക്വയറി ചെയ്യാൻ. എന്താണ് പ്രശ്നം, അതിൻ്റെ എൻക്വയറി നടക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു. ഗാന്ധിജി അതിനകത്ത് ഒരു മെമ്പറുമായിരുന്നു. സോ ദേ ഇൻവെസ്റ്റിഗേറ്റ് ദ ഇഷ്യൂ. അങ്ങനെ ആ കമ്മീഷൻ ഈ ഇഷ്യൂ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ദേ പ്രസൻറ്റ് എ റിപ്പോർട്ട്. അവർ റിപ്പോർട്ട് കൊടുത്തു. കോൺസിക്വൻ്റ്ലി ദ ഇഷ്യൂ ഓഫ് ദ പെസൻസ് വെയർ ലാർജറി റിസോൾവ്ഡ്. അങ്ങനെ ആ പെസൻസിൻ്റെ ആ ഇഷ്യൂ വലിയ രീതിയിൽ റിസോൾവ് ചെയ്യാനായിട്ട് ഗാന്ധിജിക്ക് സാധിച്ചു. അത് സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. കോൺസിക്വൻ്റ്ലി ദ ഇഷ്യൂ ഓഫ് ദ പെസൻസ് വെയർ ലാർജറി റിസോൾവ്ഡ്. സോ ദിസ് വാസ് ദ ഏർലി ഗാന്ധിജീസ് ഇൻ്റർവെൻഷൻ ഇൻ എ സ്ട്രൈക്ക്. ഗാന്ധിജി ആദ്യമായിട്ട് ഒരു സ്ട്രൈക്കിൽ ഇൻ്റർവെൻസ് ചെയ്തതാണ് ചമ്പാരൻ. അപ്പോൾ ചമ്പാരൻ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു എന്താണ് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ആ സത്യാഗ്രഹത്തെ പറ്റി നമ്മുടെ എല്ലാ ഫ്രീഡം സ്ട്രഗിളിലും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഗാന്ധിജി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ് ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം പങ്കെടുത്ത ഒരു സത്യാഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹം പ്രഖ്യാപിച്ച ഒരു സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ. അതിൽ ഗാന്ധിജി വിജയിയാകുകയും ചെയ്തു. ചമ്പാരനിലെ പ്രസൻസിൻ്റെ ഇഷ്യൂ ഒരു ലാർജ് എക്സ്റ്റെൻറ്റ് റിസോൾവ് ചെയ്യാനായിട്ട് ഗാന്ധിജിക്ക് സാധിച്ചു. ഓക്കെ, അപ്പോൾ എവിടെയാണ് ചമ്പാരൻ? എന്തായിരുന്നു അവിടുത്തെ ഇഷ്യൂ? ഏത് ഇയറിലാണ് ഗാന്ധിജി അതിനകത്ത് ഇടപെടുന്നത്? ആരാണ് ഗാന്ധിജി അതിനെ പ്രേരിപ്പിച്ചത്? ഗാന്ധിജിയുടെ ഇടപെടൽ കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായി? ഓക്കെ, അത്രയും പഠിച്ചു വെച്ചോണം, അത്രയും എഴുതിക്കോണം. വാട്ട് വാസ് ദ ഇഷ്യൂ ഇൻ ഖേദ? അപ്പോൾ നമ്മൾ ഇനി ഗുജറാത്തിലേക്ക് പോവാം. ഗാന്ധിജിയുടെ ഇയർലി ഫ്രീഡം മൂവ്മെൻറ്റ്സിലെ രണ്ടാമത്തേതാണ് ഗുജറാത്തിലെ ഖേദയിലെ. അപ്പോൾ അത് 1918 അടുത്ത വർഷമാണ്, നെക്സ്റ്റ് ഇയറാണ്. എന്തായിരുന്നു അവിടുത്തെ ഇഷ്യൂ? എങ്ങനെയാണ് അദ്ദേഹം സോൾവ് ചെയ്തു? ദി കൾട്ടിവേറ്റേഴ്സ് ഓഫ് ഖേദ ഇൻ ഗുജറാത്ത് വെയർ അൺഎബിൾ ടു പേ ടാക്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ് ആയിരുന്നു. എന്താണ് ഈ നാച്ചുറൽ കലാമിറ്റി? ഫ്ലഡ് ആകാം, എർത്ത് ക്വേക്ക് ആകാം, ഓൾക്കാനിക് ഇറപ്ഷൻ ആകാം, എന്തുമാകാം. ഈ പറയുന്ന അല്ലെങ്കിൽ ഡ്രോട്ട് ആകാം, ഡ്രോട്ട് അല്ലേ. അപ്പോൾ ഗുജറാത്തിലെ ഖേദയിലെ എന്തൊക്കെയോ നാച്ചുറൽ കലാമിറ്റീസ് സംഭവിച്ചു. ഒരുപക്ഷെ ഫ്ലഡ് ഉണ്ടായി കാണും, അതല്ലെങ്കിൽ ഡ്രോട്ട് ഉണ്ടായി കാണും. എന്താണ് ഡ്രോട്ട്? വരൾച്ച, വെള്ളമില്ലാതെ ചെടികൾ നശിക്കുക. അപ്പോൾ ഫ്ലഡ് കൊണ്ടും ചെടികൾ നശിക്കും, ഡ്രോട്ട് കൊണ്ടും ചെടികൾ നശിക്കും. അങ്ങനെ ചെടികളൊക്കെ നശിച്ചു പോയി, അവരുടെ ക്രോപ്സൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് കാരണം അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം? എന്താണ്? അവർക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ദ കൾട്ടിവേറ്റേഴ്സ് ഓഫ് ഖേദ ഇൻ ഗുജറാത്ത് they were unable to pay tax because of natural calamities. They launched a movement demanding tax remission. അവരൊരു മൂവ്മെൻറ്റ് തുടങ്ങി. The peasants of Kheda, they started a movement or a strike demanding tax remission. എന്താണ് ടാക്സ് റിമിഷൻ?
ടാക്സ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക. റെമിഷൻ മീൻസ് റെഡ്യൂസ്. They asked the authorities to reduce tax because they were unable to pay tax because of this natural calamity. In 1918, Gandhiji fought for the peasants of Kheda. ഗാന്ധിജി ഖേദയിൽ ചെല്ലുകയും അവിടുത്തെ പെസൻസിനോടൊപ്പം അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. In 1918, Gandhiji fought for the peasants of Kheda. Gandhiji taught the village and encouraged them. ഗാന്ധിജി ആ വില്ലേജിലെത്തുകയും ഹി എൻകറേജ് ദ വില്ലേജസ്, അദ്ദേഹം വില്ലേജസിനെ എൻകറേജ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ടോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ട് മീൻസ് ഹി വിസിറ്റഡ് ദ ഏരിയ, ഹി വിസിറ്റഡ് ഖേദ ആൻഡ് ഹി എൻകറേജ് ദ പെസൻസ്. ഇവൻച്വലി ദ ഗവൺമെൻറ് എഗ്രീഡ് ടു ഗ്രാൻഡ് ടാക്സ് റെമിഷൻ ടു ദ കൾട്ടിവേറ്റേഴ്സ് ഹു ഹാഡ് ലോസ് ദെയർ ഈൽഡ്. അതോടെ അവിടെയും ഗാന്ധിജിക്ക് വലിയ സക്സസ് ഉണ്ടാക്കാൻ പറ്റി. അവിടുത്തെ ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കാമെന്ന് എഗ്രി ചെയ്തു. ദ ഗവൺമെൻറ് ഓഫ് ഖേദ ദേ എഗ്രീഡ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഖേദ ദേ എഗ്രീഡ് ടു ഗ്രാൻഡ് ടാക്സ് റെമിഷൻ ടു ദ കൾട്ടിവേറ്റേഴ്സ് ഹു ഹാഡ് ലോസ് ദെയർ ഈൽഡ്. എന്താണ് ഈൽഡ്? അവരുടെ കൃഷി നശിച്ചു പോയ കൾട്ടിവേറ്റേഴ്സ് ടാക്സിന് റെമിഷൻ കൊടുക്കാമെന്ന് അവർ എഗ്രി ചെയ്യുകയും അങ്ങനെ ഖേദയിലെ സമരം ഒരു വലിയ സക്സസ് ആയി മാറുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി രണ്ടാമത് ചെയ്ത ഫ്രീഡം സ്ട്രഗിളാണ് ഖേദയിലെ സമരം. അത് 1918 അപ്പോൾ 1917 ചമ്പാരൻ, 1918 ഖേദ. ഇനി നമുക്ക് അഹമ്മദാബാദ് മില്ലിലേക്ക് പോകാം. അവിടെ എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് നോക്കാം. അതും സെയിം ഇയർ ആകട്ടോ, സെയിം ഇയർ. In 1918, ഗാന്ധിജി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രഗിൾ ഓഫ് ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിൻ്റെ ആ ഒരു സ്ട്രഗിളിൽ ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്തു 1918. അപ്പോൾ ഖേദയോട് വളരെ അടുത്ത്, അവിടെ അതേ സെയിം സ്റ്റേറ്റില്ലേ. അപ്പോൾ ഗാന്ധിജി ഈ ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കിലും പങ്കെടുത്തു. ദ സ്ട്രഗിൾ ഡിമാൻഡഡ് എ വേജ് ഹൈക്ക്. എന്തായിരുന്നു അവിടുത്തെ ഡിമാൻഡ്? ദ മിൽ വർക്കേഴ്സ് ദേ ഡിമാൻഡഡ് എ വേജ് ഹൈക്ക്. അവരുടെ വേജ് വളരെ ലോ വേജ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ഹൈക്ക് ചെയ്യണം, അതൊന്ന് ഇൻക്രീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. ഗാന്ധിജി വെൻ്റ് ഓൺ എ ഫാസ്റ്റ്. അവിടെയാണ് ഗാന്ധിജി ആദ്യമായി തൻ്റെ സമരമുറ പുറത്തെടുത്തു. ഗാന്ധിജി വെൻ്റ് ഓൺ എ ഫാസ്റ്റ് ആൻഡ് സബ്സിക്വൻ്റ്ലി ദ വർക്കേഴ്സ് വേജ് വെയർ ഇൻക്രീസ്ഡ്. ദ അതോറിറ്റീസ്, ദ ഫാക്ടറി ഓണേഴ്സ്, ദേ എഗ്രി ടു ഹൈക്ക് ദ വേജ് ഓഫ് ദ വർക്കേഴ്സ്. അപ്പോൾ ഗാന്ധിജി ഒരു ഫാസ്റ്റ് പ്രഖ്യാപിച്ചു. എന്താണ് ഫാസ്റ്റ്? ഭക്ഷണം കഴിക്കാതെ സത്യാഗ്രഹം ഇരിക്കുന്നതിനാണ് പറയുക ഫാസ്റ്റ്. അപ്പോൾ അവിടെ ഗാന്ധിജി തൻ്റെ ആ ഒരു ആദ്യത്തെ പരീക്ഷണം നടത്തി നോക്കി, അത് സക്സസ് ആയിരുന്നു. അദ്ദേഹം ഒരു നിരാഹാരം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഫാക്ടറി ഓണേഴ്സും ഗവൺമെൻറ്റോടി അവരോട് എഗ്രി ചെയ്തു അവരുടെ അവരുടെ വേജ് ഹൈക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സക്സസ് ഉണ്ടായി. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കും വളരെ വലിയ സക്സസ് ആയിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ഏർലി ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് 3 ഉത്തരം പറയാം. ഒന്നാമത്തെ ചമ്പാരൻ, രണ്ടാമത്തേത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, മൂന്നാമത്തെ ഖേദ. ഇയർ ഏതൊക്കെയാണ്? 1917, 1918, 1918. എന്തായിരുന്നു അവിടുത്തെ ഇമ്പാക്റ്റ്? സൊല്യൂഷൻ ഫോർ ഇൻഡിഗോ ഫാർമേഴ്സ് ഗ്രീവൻസസ്. ഇൻഡിഗോ ഫാർമേഴ്സിൻ്റെ ഇഷ്യൂസ് വെയർ സോൾവ്ഡ് ഇൻ ചമ്പാരൻ. ദാറ്റ് വാസ് ദ ഇമ്പാക്റ്റ്. അഹമ്മദാബാദിൽ എന്തായിരുന്നു ഇമ്പാക്റ്റ്? ദ അതോറിറ്റീസ് എഗ്രി ടു increase the wage. That was the result of Ahmedabad strike. Then what about in Kheda, the tax remission? The authorities agreed to reduce the tax for those peasants who lost their yield. Okay, ടാക്സ് റെമിഷനാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ഓൺ ഇന്ത്യ? നമ്മളിനി 1919 കയറാൻ പോവാം. നമ്മൾ ഈ വൺ ബൈ വൺ ആയിട്ട് നമ്മളിങ്ങനെ ഇയർ ബൈ ഇയർ മുന്നോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ 1917 ചമ്പാരനിൽ നിന്നു 1918 കയറി, ഇനി 1919 പോവാം. 1919 പോകുന്നതിന് മുമ്പ് അവിടെ ഒരു കാര്യം സംഭവിച്ചു. എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ. ലോകം തന്നെ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാറായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. 1914 മുതൽ 1918 വരെ ഏകദേശം ഒരു 4 ഇയേഴ്സ് ലോകം മുഴുവൻ ഇൻവോൾവ് ചെയ്ത ആ വലിയ വേൾഡ് വാറ് ഇന്ത്യയിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം ബ്രിട്ടീഷുകാരായിരുന്നു നമ്മളെ ഭരിക്കുന്നത്. ബ്രിട്ടീഷുകാരെ
ഫസ്റ്റ് വേൾഡ് വാറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സായിരുന്നു. രണ്ട് ഓപ്പോസിറ്റ് ഗ്രൂപ്പ്, രണ്ട് എനിമി ഗ്രൂപ്പുകളായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ ചെയ്തത്. അതിലെ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സായിരുന്നു ഈ ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഒരു വലിയ വേൾഡ് വാറിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയും ഉണ്ടാകും, ഇന്ത്യയിലും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എന്ത് ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അഡീഷണൽ വാർ ടൈം ടാക്സസ് വെയർ ലെവീഡ് ഓൺ ദ പീപ്പിൾ. ബ്രിട്ടീഷുകാരുടെ കാശ് മുഴുവൻ വാർ ചെയ്തു പോയി. അവർ ഇന്ത്യയിലും അഡീഷണൽ വാർ ടൈം ടാക്സസ് അവർ ലെവി ചെയ്തു, അവരെ ഇവിടെ ഏർപ്പെടുത്തി. അഡീഷണൽ വാർ ടൈം ടാക്സസ്, യുദ്ധത്തിന് വേണ്ടി മാത്രമുള്ള ടാക്സുകൾ അഡീഷണലായിട്ട് ലെവീഡ് ഓൺ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദെൻ ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് വെയർ എക്സ്പോർട്ടഡ് ഫോർ സോൾജിയേഴ്സ് which led to a severe food shortage. In the First World War time, India experienced a severe food shortage. Why? What was the reason? A huge quantities of food grains were exported to England for soldiers. ഇംഗ്ലീഷുകാരുടെ സോൾജിയേഴ്സ് മുഴുവൻ യുദ്ധത്തിലാണ്, അവർക്ക് മുഴുവൻ ആഹാരം വേണം. അതിനെന്ത് ചെയ്തു? ഇന്ത്യയിലെ മുഴുവൻ ഗ്രെയിൻസും ഭക്ഷ്യധാന്യങ്ങളും അവരെ എക്സ്പോർട്ട് ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ സോൾജിയേഴ്സിനെ തീറ്റിപ്പോറ്റാൻ. അതുകൊണ്ട് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് മുഴുവൻ അങ്ങോട്ട് പോയപ്പോൾ ഫുഡ് ഷോർട്ടേജ് ഇവിടെ ഉണ്ടായി. എ സിവിയർ ഫുഡ് ഷോർട്ടേജ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഇന്ത്യ. ദാറ്റ് വാസ് അനദർ ഇമ്പാക്റ്റ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ ഇൻ ഇന്ത്യ. Then crop losses and epidemics during that period worsened the situation. ആ സമയത്ത് നമുക്ക് ക്രോപ്പ് ലോസസ് ഉണ്ടായി. ബിക്കോസ് ഓഫ് ഫ്ലഡ്, ബിക്കോസ് ഓഫ് ഡ്രോട്ട്, ക്രോപ്സ് ഒക്കെ ലോസായി പോയി. നമുക്ക് കൃഷിനാശമുണ്ടായി, എപ്പിഡമിക്സ് ഉണ്ടായി. വാട്ട് ഈസ് എപ്പിഡമിക്സ്? പകർച്ചവ്യാധികൾ ഇവിടെ ഉണ്ടായി. സോ ഇറ്റ് വേഴ്സൺ ദ സിറ്റുവേഷൻ. അപ്പോൾ ഫുഡ് ഷോർട്ടേജ് എന്ന് പറയുന്ന ആ ഒരു വലിയ സിവിയർ ഒരു സിറ്റുവേഷനെ കുറച്ചുകൂടി കുറച്ചുകൂടി മോശമാക്കി തീർക്കാൻ ക്രോപ്പ് ലോസസും ഈ എപ്പിഡമിക്സും കാരണമായി. മെനി പീപ്പിൾ ഡൈഡ് ഓഫ് ഫാമിൻ. പട്ടിണി ബാധിച്ച് ഒരുപാട് ആളുകൾ മരിച്ചു. ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ ഇന്ത്യയിലുണ്ടായ ഇമ്പാക്റ്റ്. നമുക്ക് ഈ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ കാരണം ബ്രിട്ടീഷുകാർ തന്നെയാണ്. കാരണം ബ്രിട്ടീഷുകാരാണ് ഈ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തത്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യയിലെ ജനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? നമ്മൾ കൂടുതൽ വാർ ടൈം ടാക്സ് കൊടുക്കേണ്ടി വന്നു. രണ്ടാമത്തെ ഇമ്പാക്റ്റ് ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി. മൂന്നാമത്തെ ഇമ്പാക്റ്റ് ക്രോപ്പ് ലോസസും എപ്പിഡമിക്സും വരികയും നമ്മളെ വലിയ ഒരു ഫാമിൻ ഡെത്തിലേക്ക് ആളുകൾ പോവുകയും ചെയ്തു. മെനി പീപ്പിൾ ഡൈ ഓഫ് ഫാമിൻ. ഓക്കെ, അപ്പോൾ 3 പോയിൻറ്റ്സ് അതിന് വേണ്ടി പഠിച്ചു വെക്കുക. വളരെ ഷോർട്ടായിട്ടാണ് നിങ്ങൾക്ക് പോയിൻറ്റ്സ് തന്നിരിക്കുന്നത്, അത് പഠിച്ചോണം കേട്ടോ. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. 1919 നടന്ന വലിയൊരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജാലിയൻ വാലാബാഗ്, അതും അതിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ മറ്റു കാര്യങ്ങളും എല്ലാം അടുത്ത ക്ലാസ്സിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.